ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്കിന്നൊരു പുതിയൊരു ഡ്രിങ്ക് പരിചയപ്പെടാം. ഇത് അലോവേര ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ അലോവേര എന്തിനാണ് ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുകൂടാതെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ അലോവേര എന്ന് പറയുന്ന സാധനം. നമുക്ക് ഫിസിക്കലി ആൻഡ് നമ്മൾ ഉള്ളി കഴിക്കാനും കൂടി പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോവേര ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അലോവേര ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡെയിലിയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ അലോവേര മാത്രം യൂസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള നോർമൽ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട, സാധാരണ വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വാട്ടർ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ അലോവേര ജ്യൂസ് ആക്കിയത് എടുക്കുക, അതിലേക്ക് ലെമൺ ആഡ് ചെയ്യുക. ഇത്രയും മതി. വേറെ നമുക്ക് പഞ്ചസാര അങ്ങനത്തെ സാധനം ഒന്നും വേണ്ട. ലെമണിന് വേണ്ടി ഞാൻ തെണ്ടി നടക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുക. അപ്പോൾ അടുത്തൊരു വീട്ടിൽ ലെമൺ ഒത്തിരി ഉണ്ട്. ഇതാ നോക്കി നല്ല ഒന്നാന്തരത്തിൽ തളർത്തങ്ങ് കിടക്കണം കണ്ട. ആർക്കാണ് കൊതി വരാത്തത്? നോക്കി നല്ല ഒന്നാന്തരം കാറ്റത്ത് ഇങ്ങനെ ആടി ഇലഞ്ഞ് കിടക്കുന്ന നമ്മുടെ ലെമണ് കാണുന്നുണ്ടോ? എല്ലാം പച്ച കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ താഴേക്ക് നോക്കിയപ്പോൾ തക്കാളി വിളഞ്ഞ് കിടപ്പുണ്ട്. നല്ല ചുമന്ന് നല്ല പഴുത്ത തക്കാളിയുണ്ട്, അതുപോലെ തന്നെ പച്ച തക്കാളിയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോർമലി എല്ലാവരും വീട്ടുകളപ്പിൽ തന്നെ കൃഷി എല്ലാ വീട്ടിലും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും നാരങ്ങയാണ് ഈ വീട്ടിൽ മെയിനായിട്ട് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ഇവരുടെ ലെമൺ നമ്മൾ പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് ലെമണിൻ്റെ മരം. ഇത് നമ്മുടെ നാട്ടിലാണേലും വെച്ചാലും അധികം അങ്ങോട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല, എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ലെമൺ കിട്ടുമായിരുന്നു. ഇതാണ്ടോ 2 ലെമൺ, നല്ല പച്ച ലെമൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറിച്ചോണ്ട് പോകുന്നു. ഇത് വെച്ചിട്ട് വേണം നമുക്കിനി ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അതിലേക്കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ആലോചിച്ചത്, ഈ സാധനം വെച്ചിട്ട് നമുക്ക് വേറെ ഒരുപാട് സ്ക്വാഷും പിന്നെ നോർമൽ ലെമൺ ജ്യൂസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലൊക്കെ ഫുള്ള് തെങ്ങിന് പകരം എന്താ കാണുന്നതെന്ന് അറിയോ? ഇതുപോലെ ഈന്തപ്പന മരങ്ങളാണ് കേട്ടോ. ഒത്തിരി ഈന്തപ്പന മരമുണ്ട്. നമ്മുടെ കേരളത്തിൽ തെങ്ങാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈന്തപ്പന മരമാണ് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു മരമുണ്ട്. ഇതിൽ ഒരുപാട് പൂക്കളുണ്ടാവും. ഇപ്പം നമ്മൾ ഈ വേനലിൻ്റെ സമയമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കാറ്റ് താടിയിലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ നാരങ്ങ ചെടീനെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് പോയിട്ട് നാരങ്ങ പറിക്കാൻ തോന്നും, നാരങ്ങ കലക്കി കുടിക്കാനും തോന്നും. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പച്ചപ്പ് ഫീൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് ഒരു കേരളത്തിൻ്റെ ഒരു ഫീൽ തോന്നുന്നത് കേട്ടോ. അല്ലാതെ നോക്കുമ്പോൾ ഫുള്ള് മരുഭൂമിയാണ്. അങ്ങനെ ആ മരുഭൂമിയിൽ കൂടി ഞാൻ നടന്ന് എൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. അങ്ങനെ നമ്മളുടെ ചുരക്കായൊക്കെ അവിടെ കിടപ്പുണ്ട്. ചുരക്ക നല്ല ഒന്നാന്തരത്തിൽ തളർത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ചുരക്കയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല ഒന്നാന്തരത്തിൽ ഉണ്ടായി കിടപ്പുണ്ട്. ഞാൻ ലാസ്റ്റ് ഇട്ട് ഷോർട്ടിലുണ്ട് നമ്മുടെ ചുരക്കയുടെ വീഡിയോ. അപ്പോൾ നന്നായിട്ട് ചുരക്ക വലുതായിട്ട് നിൽക്കുവാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗേറ്റൊക്കെ അടച്ച് നമുക്കിനി നമ്മൾ ഈ ചുരക്കായും ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കും. ഞാൻ എന്തായാലും ഇപ്രാവശ്യത്തെ ഈ ചുരക്ക നമ്മുടെ ഈ കുട്ടപ്പനെ ഞാൻ ജ്യൂസ് എന്തായാലും അടിക്കാൻ പോവാണ്. ഇതും ജ്യൂസ് അടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല മുഴുത്ത് ഇത്രയും നല്ല തുടുത്ത ചുരക്ക നമ്മൾ ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ടപ്പാലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് ഈ സാധനം നമുക്ക് കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പാറും ഉണ്ടാക്കാൻ പറ്റും ചുരക്ക വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഞാൻ ചുമ്മാ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്യും കേട്ടോ.